ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ പവിത്രമേറിയ റബീഉൽ അവ്വൽ മാസം സമാഗതമായതിന്റെ ഭാഗമായിട്ട് ലോകത്തെ എല്ലാ ദിക്കുകളിലെയും മുക്കുകളിലെയും മുസ്ലിംകൾ നിരാക്ഷേപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനമാസത്തെയും ജനന ദിവസത്തെയും സ്വാഗതം ചെയ്യാനും സഹർഷം ആഘോഷിക്കുവാനും സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് റബ്ബ് തആലയുടെ ഏറ്റവും വലിയ നിഅമത്തിന് അവരവരെ കൊണ്ട് കഴിയുന്ന ശുക്റുകളും പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിമർശകർ അവരുടെ വിമർശനത്തിന്റെ ക്രൂരമ്പുകൾ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും എയ്തു നോക്കുവാൻ വേണ്ടി ചെറുതല്ലാത്ത ശ്രമങ്ങൾ നടത്തിയെന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ജനമനസ്സുകളിൽ ഒരു നിലക്കും യേശുന്നില്ല, ജനമനസ്സുകളിൽ ഒരു നിലക്കും അതിന് സ്വാധീനിക്കാൻ സാധിക്കുന്നില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ വഹാബിയൻ കേന്ദ്രങ്ങളിൽ വരെ നബിദിനാഘോഷത്തിന്റെ സമുചിതമായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം അതിന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ട് ഈ റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് മുൻ റബീഉൽ അവ്വലുകളെ പോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നൂറുൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം എന്ന മഹത്തായ പ്രഭാഷണ പരമ്പരകൾ ദിനേന റബീഉൽ അവ്വലിൽ നടത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവും ഹിദായത്തും കരസ്ഥമാക്കാനും അതനുസരിച്ച് ജീവിക്കാനും മരണം വരെ ഈമാൻ സലാമത്തായി മരിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും, നമ്മുടെ മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും കൂട്ടുകുടുംബങ്ങൾക്കും സഹോദര സഹോദരിമാർക്കും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മരിച്ചുപോയ നമ്മുടെ അഹ്ലുകാരായ ആൾക്കാർക്കും സാദാത്യങ്ങൾക്കും ആലിമീങ്ങൾക്കും മശായിഖന്മാർ എന്നറിയാറുണ്ട്. ഇന്നത്തെ വിഷയം ഡിസ്കണക്റ്റിങ്ങിന്റെ പ്രോബ്ലം ഇവിടെ കാണുന്നുണ്ട്. ഞാൻ വളരെ ചുരുക്കി കാര്യങ്ങൾ സംസാരിച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. നെറ്റ്വർക്കിങ്ങിന്റെ പ്രോബ്ലം നന്നായി അനുഭവപ്പെടുന്നുണ്ട്. എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ? ശബ്ദം കൃത്യമായി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശരി, എന്നാൽ ഞാൻ പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോ ഇവിടെ കഴിഞ്ഞ നവംബർ മാസം 8-ാം തീയതി 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിച്ചതിന്റെ ഭാഗമായിട്ട് രാജ്യം മുഴുവൻ തീരാ ദുരന്തത്തിലും ദുരിതത്തിലും അകപ്പെട്ടപ്പോ വലിയ സന്തോഷവാന്മാരായിട്ട് പ്രത്യക്ഷപ്പെട്ട വിഭാഗമാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ ആൾക്കാർ. അവര് കറൻസിക്ക് സക്കാത്തില്ല എന്ന വാദത്തിന്റെ ഏറ്റവും വലിയ തെളിവായിട്ടും അതിന്റെ ഏറ്റവും വലിയ പ്രാമാണികനായിട്ടും നരേന്ദ്രമോദിയെ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പൊ ആ സന്ദർഭത്തില് കറൻസിയുടെ സക്കാത്ത് എന്ന് പറയുന്നത് അത് ഒരു വാട്സപ്പില് അല്ലെങ്കിൽ ഒരു ചെറിയ സംസാരത്തിൽ സംസാരിക്കേണ്ടുന്ന ഒരു വിഷയം അല്ല, മറിച്ച് അത് വളരെ ദീർഘമായിട്ട് സംസാരിക്കേണ്ടുന്ന ഒരു വിഷയം ആണ് എന്ന നിലക്ക് ഞാൻ ഈ SKICR അത് സംബന്ധമായിട്ട് ഒരു ക്ലാസ് എടുത്തിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ഇതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായെ വളരെയധികം മോശമായിട്ട് അതിന്റെ പണ്ഡിതന്മാരെയൊക്കെ വളരെ വിവരമില്ലാത്ത ആളുകളായിട്ട് വിശേഷിപ്പിക്കുന്ന ഒരു പ്രവണത കണ്ടപ്പോൾ കേരള സംസ്ഥാനക്കാരുടെ മൗലാന എന്ന് അവർ പരിചയപ്പെടുത്തുന്ന നജീബ് മൗലവിയുടെ ഫത്വകളിലുള്ള വൈരുദ്ധ്യവും ആ വൈരുദ്ധ്യത്തിന്റെ കാരണം എന്തെന്നുള്ള നമ്മുടെ ചോദ്യവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണ് കഴിഞ്ഞ 16-ാം തീയതി നിർവഹിച്ചത്. അപ്പൊ അതേ തുടർന്ന് വാട്സപ്പിൽ അവരുടെ ഏതോ ഒരു ഗ്രൂപ്പിൽ
എം ടി ദാരിമിയുടെ അല്ലെങ്കിൽ എം ടി അബൂബക്കർ ദാരിമിയുടെ വെളിച്ചപ്പാടുകൾ അല്ലെങ്കിൽ വെളിപാടുകൾ എന്ന പേരിൽ അതിനൊരു മറുപടി എന്നോണം ഒരു പാർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ പാർട്ടിൽ പ്രധാനമായിട്ട് കടമിടപാടിനെ സംബന്ധിച്ചുള്ള ചർച്ചകളായിരുന്നു. അപ്പോ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണെന്നാണ് എന്റെ ഓർമ്മ, കഴിഞ്ഞ ദിവസം കറൻസിയിലെ കടമിടപാട് എന്ന വിഷയത്തെ സംബന്ധിച്ച് അതിന്റെ ഷാഫിഈ ഫിഖ്ഹും ആ ഫിഖ്ഹിൽ കേരള സംസ്ഥാനക്കാർക്ക് സംഭവിച്ച ഭീമമായ അബദ്ധവും തുറന്നു കാണിക്കുകയുണ്ടായി. രണ്ടാമതായിട്ട് നവംബർ 16 പ്രസംഗത്തിന്റെ രണ്ടാം പാർട്ട് എന്ന പേര് പറഞ്ഞിട്ട് എം ടി അബൂബക്കർ ദാരിമിയുടെ അല്ലെങ്കിൽ എം ടി ദാരിമിയുടെ വെളിപാടുകൾക്ക് ഖണ്ഡനം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അഥവാ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, സ്വർണവെള്ളിക്ക് സക്കാത്ത് നിർബന്ധമാവാനുള്ള നിമിത്തം അതിന് ഫുഖഹാക്കൾ ഒരുപാട് ഇബാറത്തുകൾ നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നഖദിയത്ത്. അതുപോലെ തന്നെ കൗനുഹു മുഅദ്ദൽ ലിന്നമായി അൽ ഇസ്തിഗ്നാഉ അനിൽ ഇന്തിഫാഇ ബിഹി, ഇങ്ങനെ ധാരാളം ഇബാറത്തുകൾ. ആ ഇബാറത്തുകളെല്ലാം തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് അത് ആ നിമിത്തം ആ ഇല്ലത്ത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഹുലിയു മുബാഹില് സക്കാത്ത് ഇല്ല എന്ന് ശാഫിഈ മദ്ഹബിൽ പറയാൻ കാരണം എന്ന് ഞാൻ അവിടെ വിശദീകരിക്കേണ്ടായി. അപ്പോ ഹുലിയു മുബാഹ് നഖദ് തന്നെ. ഹുലിയു മുബാഹ് അനുവദനീയമായ ആഭരണം എന്ന് പറയുന്നത് നഖദാണ്, അഥവാ അത് സ്വർണവെള്ളിയെ പറ്റി പറയുന്ന നഖദ് എന്നുള്ള ആ പരിധിയിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വാദിച്ചുകൊണ്ടാണ് അവരുടെ രണ്ടാമത്തെ മറുപടി വന്നിട്ടുള്ളത്. ആ മറുപടി തനിച്ച അബദ്ധവും കിതാബിന്റെ ഇബാറത്തുകളെ ഹല്ല് ചെയ്യാനുള്ള പരിചയമില്ലായ്മയുടെയും അടിസ്ഥാനത്തിൽ സംഭവിച്ചതാണ് എന്ന് കേരള സംസ്ഥാനക്കാരെ പറ്റി എനിക്കിവിടെ പറയേണ്ടി വന്നതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട്. കാരണം അവരുടെ പേരിൽ ഇത് പ്രസിദ്ധീകൃതമാകുമ്പോൾ അതിന്റെ ജാള്യതയും അതിന്റെ മോശത്തരവും സംഭവിക്കൽ ആർക്കൊക്കെയാണ് എന്ന് അവർ ഒരു വേള ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുവദനീയമായ ആഭരണങ്ങൾക്ക് സക്കാത്തില്ലെന്ന് പറയാൻ കാരണം അത് നഖദിയത്ത് എന്ന ഇല്ലത്ത് അതിൽ ഇല്ലാത്തത് കൊണ്ടല്ല, ഇല്ലത്ത് അതിൽ നിലനിൽക്കുന്നുണ്ട്, പക്ഷെ അത് അനുവദനീയമായ ഉപയോഗത്തിന് വേണ്ടിയായതുകൊണ്ടാണ് സക്കാത്തില്ലാതെ ആയത്. അപ്പൊ ഇല്ലത്തുണ്ടായിട്ടും ഹുക്കുമില്ലാതിരിക്കുക, ഇല്ലത്ത് ആണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. നഖദിയത്ത് എന്നുള്ളത് ഇല്ലത്താണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ നിമിത്തം. പക്ഷെ ആ ഇല്ലത്ത് ഉണ്ടായിരിക്കെ തന്നെ പക്ഷേ സക്കാത്ത് നിർബന്ധമാവുക എന്ന ഹുക്മ് നഷ്ടപ്പെടുന്നു. അപ്പൊ എന്ത് വന്നു? തഖല്ലുഫുൽ ഹുക്മി അനിൽ ഇല്ലത്തി, ഇല്ലത്തുണ്ട് പക്ഷേ ഹുക്കുമില്ല. അങ്ങനെ വന്നാൽ അത് ഇല്ലത്തല്ല എന്ന് വരൂലേ? അപ്പൊ നിങ്ങൾ സമ്മതിച്ച കാര്യം വൽ മഫ്റൂദു അന്നഹു ഇല്ലത്തുൻ, ഇല്ലത്താണെന്ന് സമ്മതിക്കപ്പെട്ട കാര്യം അത് ഇല്ലത്തല്ല എന്ന് വരുന്നു. അത് ഖവാദിഹിൽപ്പെട്ടതാണെന്നാണ്. ഇല്ലത്തിന്റെ ഇല്ലിയത്തിനെ ഇല്ലായ്മയാക്കുന്ന കാര്യത്തിൽ പെട്ടതാണ് എന്ന ജംഉൽ ജവാമിയുടെ ഉസൂല് പോലും തിരിച്ചറിയാതെയാണ് ഇവർ ഫിഖ്ഹിന്റെ ഇബാറത്ത് അർത്ഥം വെക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ വാദഗതികളിൽ നിന്ന് ഒന്നാമതായിട്ട് അവർ തെളിവ് പറഞ്ഞത് എന്താണ്? അനുവദനീയമായ ആഭരണം നഖദു തന്നെ എന്നതിന് അവര് തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 3-ാം വോള്യം 271-ാമത്തെ പേജിലുള്ളൊരു ഇസക്കൽ മുഹറമു മിനൻ നഖദി മിൻ ഹുലിയിൻ വഗൈരിഹി വഖദൽ മക്റൂഹു ലൽ മുബാഹു ഫിൽ അദ്ഹരി ലിഅന്നഹു മുഅദ്ദുൽ ലിസ്തിഅമാലിൽ മുബാഹിൻ ഫഅശ്ബഹ അംതിഅത്തദ്ദാർ. അതാണ് ഇബ്നു നദർ തങ്ങളുടെ ഇബാറത്ത്. അതിന് ഇവർ കൊടുത്ത അർത്ഥം എന്താണ്? നഖദിൽ നിന്നുള്ള ഹറാമോ കറാഹത്തോ ആയ ആഭരണങ്ങൾക്കും അല്ലാത്തവയ്ക്കുമെല്ലാം സക്കാത്ത് നൽകപ്പെടണം. ഒരു പുരുഷൻ ധരിക്കാൻ വേണ്ടി ആഭരണം ഉണ്ടാക്കിക്കുകയാണെങ്കിൽ അത് ഹറാമായ ആഭരണമാണല്ലോ. സ്വർണവെള്ളി കൊണ്ട് ആഭരണം പുരുഷന്മാർക്ക് ധരിക്കാൻ പാടില്ലല്ലോ, അത് ഹറാമാണല്ലോ.
അപ്പൊ അങ്ങനത്തെ അതേപോലെ തന്നെ കറാഹത്തായ ആഭരണങ്ങളുണ്ട്. അപ്പൊ നഖദിൽ നിന്നുള്ള ഹറാമോ കറാഹത്തോ ആയ ആഭരണങ്ങൾക്കും അല്ലാത്തവയ്ക്കും എല്ലാം സക്കാത്ത് നൽകപ്പെടണം. എന്നാൽ നഖദിൽ പെട്ട അനുവദനീയമായ മേൽ വസ്തുക്കൾക്ക് സക്കാത്ത് പ്രബല വീക്ഷണ പ്രകാരം ഇല്ല. അപ്പൊ ലൽ മുബാഹു എന്നാണ് അവരർത്ഥം വെച്ചത്. ലൽ മുബാഹു എന്ന് പറഞ്ഞാൽ എന്നാൽ നഖദിൽ പെട്ട അനുവദനീയമായ മേൽ വസ്തുക്കൾക്ക് സക്കാത്ത് പ്രബല വീക്ഷണ പ്രകാരം ഇല്ല. അങ്ങനെ അർത്ഥം വെക്കാൻ കാരണം അവർ തന്നെ വിശദീകരിച്ചത് എന്താണ്? ലൽ മുബാഹു എന്ന് പറഞ്ഞാൽ ലാ യുസക്കൽ മുബാഹു മിനൻ നഖദി മിൻ ഹുലിയ്യിൻ വഗൈരിഹി എന്നായിരിക്കുമല്ലോ. അപ്പോൾ മുബാഹായ ആഭരണത്തിനും നഖദ് എന്ന് പറയപ്പെടുമെന്നും നഖദിയത്ത് അതിന് നഷ്ടപ്പെടുമെന്ന വാദം മഹാ അബദ്ധമെന്നും സിദ്ധിച്ചു കിട്ടി എന്നാണ് ഇവർ പറയുന്നത്. എന്റെ വാദം മഹാ അബദ്ധമാണ്. പക്ഷെ ഈ സഹോദരന്മാര് ഒന്നിരിക്കലും അവർക്ക് ഇബാറത്ത് അർത്ഥം വെക്കാൻ അറിയൂല, അല്ലെങ്കിൽ അവർക്ക് ഇബാറത്തിൽ തട്ടിപ്പ് നടത്താൻ പ്രാവീണ്യം നൽകപ്പെട്ടു. രണ്ടാമതൊന്നും സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട്? യുസക്കൽ മുഹറമു മിനൻ നഖദി എന്ന് പറഞ്ഞാൽ മിന്ന് ഏതാണ് സംസ്ഥാനക്കാരെ? മിന്ന് തദ്ഈലിയാണോ മിന്ന് ഇബ്തിദായിയാണോ പറയണം നിങ്ങൾ. നെഹവിന്റെ ഗ്രാമറൊക്കെ പഠിച്ചിട്ട് വേണം കേട്ടോ തുഹ്ഫ അർത്ഥം വെക്കാന്. വബഅദു ഫൽ ജാഹിലു ബിന്നഹി തുഖിർ ഇദ് കുല്ലു ഇൽമിൻ ഫാഇലൈഹി യഫ്തഖിർ. നെഹവ് എന്ന് പറയുന്ന അറബി ഗ്രാമർ, അതിനെക്കുറിച്ച് അറിവില്ലാത്തവൻ അവൻ പരിഹാസ്യനാകും. എന്തുകൊണ്ടെന്നാൽ സകല വിജ്ഞാനീയങ്ങളും എല്ലാ വിജ്ഞാനങ്ങളും അറബി നഹവിലേക്ക് ഗ്രാമറിലേക്ക് അത്യന്താപേക്ഷിതമായതാണ്, അനിവാര്യമായതാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ വൈസക്കൽ മുഹറമും മിനൻ നഖദി എന്ന് പറഞ്ഞാൽ നഖദിൽ പെട്ടാനല്ല, നഖദിൽ നിന്നുള്ള ഹറാമായ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണം. പിന്നെ ലൽ മുബാഹു മിനൻ നഖദി എന്ന് പറഞ്ഞാൽ പിന്നെന്തിനാ നിങ്ങളവിടെ മിനൻ നഖദി എന്ന് പറഞ്ഞാൽ നഖദിൽ പെട്ടാന്ന് മിന്ന് തദ്ഈബിന്റെ അർത്ഥം വെച്ചത് എന്തിനാ? ലൽ മുബാഹു മിനൻ നഖദി എന്ന് പറഞ്ഞാൽ നഖദിൽ നിന്നുള്ള അനുവദനീയം. നഖദിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ ഈ അനുവദനീയമായ ആഭരണത്തിന്റെ അസ്ല്, അതിന്റെ തുടക്കം നഖദായിരുന്നു. ബസറയിൽ നിന്ന് ഒരാൾ കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ അയാൾ ബസറയിലാന്ന് അർത്ഥം. അയാൾ യാത്ര തുടങ്ങിയത് ബസറയിൽ നിന്നാണ് എന്നാ, ഇപ്പൊ അയാൾ ബസറയിലാണ് എന്നല്ല അർത്ഥം. കുല്ലുക്കും മിൻ ആദമാവ് ആദമു മിൻ തുറാബ് എന്ന് കാണാം ഹദീസിൽ. നിങ്ങളെല്ലാം ആദമിൽ നിന്നാണ്, ആദം നബി ആണെങ്കിലോ മണ്ണിൽ നിന്നുമാണ്. അതിന്റെ അർത്ഥം എന്താണ്? ആദം നബി മണ്ണാണ് എന്നാണോ? മനുഷ്യരെല്ലാം ആദം നബിയാണ് എന്നാണോ? നിങ്ങളെന്തിനാ മിന്ന് ഇബ്തിദായിയ മിന്നിന് തദ്ഈദിന്റെ അർത്ഥം വെച്ചത് എന്തിനാ? ആരാണ് നിങ്ങൾക്ക് അർത്ഥം പറഞ്ഞു തന്നത്? ബോധപൂർവമാണോ നിങ്ങൾ അർത്ഥം നൽകിയത്? അതോ അബോധത്താൽ സംഭവിച്ചതാണോ? അതോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായോടും അതിന്റെ സമുന്നതരായിരുന്ന ശൈഖുന ശംസുൽ ഉലമായോടുള്ള നിങ്ങളുടെ കുടിപ്പകയുണ്ടല്ലോ, കുടിപ്പക, നിങ്ങളുടെ അസ്ലിയായ പക ശംസുൽ ഉലമയോടാണെന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ഈ എഴുതി പിടിപ്പിച്ചത്? എനിക്ക് മറുപടി പറയാനെന്ന പേരിൽ ഇബ്നു ഹജറിന്റെ ഇബാറത്തിനെ കോട്ടിമാറ്റിയത്? അതുകൊണ്ട് ആ തട്ടിപ്പൊന്നും ആ പരിപ്പ് ഇവിടെ നമ്മളെ മുമ്പിൽ വേവില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. ഞാൻ സംസ്ഥാനക്കാരെ അടിച്ചാക്ഷേപിക്കുകയോ ആക്ഷേപഹാസ്യങ്ങൾ നടത്തുകയോ അധിക്ഷേപിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുകയല്ല. മാന്യമായ വിമർശനം മാത്രമാണ് നടത്തുന്നത്. അതിനവർക്ക് മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം എന്നുള്ള വിനീതമായ അപേക്ഷ ഞാൻ കേരള സംസ്ഥാനയുടെ പണ്ഡിതന്മാരോടും അനുഭാവികളോടും നടത്തുകയും ചെയ്യാം. നമുക്കൊരിക്കലും തന്നെ തിരുത്തൂല, അല്ലെങ്കിൽ പറഞ്ഞതിൽ നിന്ന് മാറ്റൂല, അങ്ങനത്തെ വാശിയൊന്നുമില്ല. തെറ്റ് ബോധ്യപ്പെട്ടാൽ ഉടനെ തിരുത്തും. കാരണം ഇത് നമ്മുടെ തറവാട്ടിന്റെ വിഷയമല്ലല്ലോ പറയുന്നത്, ഇത് പറയുന്നത് ഫിഖ്ഹല്ലേ. അതുകൊണ്ട് പിന്നെ ഇവര് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അനുവദനീയമായ ആഭരണത്തിൽ സക്കാത്തില്ലാതിരിക്കാൻ കാരണം അത് മുബാഹായ ഉപയോഗത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടു എന്ന കാരണത്തിന് വേണ്ടിയാണ്, നഖദിയത്ത് നഷ്ടപ്പെട്ടത് കൊണ്ടല്ല. എന്താണ് ഇവർ ഈ പറയുന്നത്? നഖദിയത്ത് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 3-ാം വോള്യത്തിന്റെ 276
മൂന്നാമത്തെ പേജിൽ പറയുന്നത് എന്താണ്? ലിഅന്നഹു, കാരണം ആഭരണം, ഫിൽ ഊല, ഒന്നാമത്തെ രൂപത്തിൽ, ബിസ്സിയാഗത്തി, അതിനെ ആഭരണ രൂപത്തിൽ വാർക്കപ്പെടൽ കാരണത്താൽ, ബطل تهيئه للإخراج الملحق له بالناميات, സ്വയം വളർച്ചയുള്ള ധനങ്ങളോട് സ്വർണവെള്ളിയെ ചേർത്തുന്ന ചെലവാക്കാൻ വേണ്ടി തയ്യാറായതാവുക എന്ന ആ നിമിത്തത്തിനെ, ആ നിമിത്തം അത് മുഖാന്തരം ബാത്തിലായി. മനസ്സിലായി? അൽ ഇസ്തിഗ്നാഉ അനിൽ ഇന്തിഫാഇ ബിഹി, അല്ലെങ്കിൽ അത്തഹയ്യു കൗനുഹു മുഅദ്ദൻ ലിന്നമാ പോലുള്ള നിമിത്തമായി ഫുഖഹാക്കൾ പറഞ്ഞ കാര്യം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അതിൽ സക്കാത്തില്ലാതെയായത്. മനസ്സിലായോ? നഷ്ടപ്പെട്ടു തന്നെയാണ്, അല്ലാതെ നഖദിയത്ത് അവശേഷിച്ചുകൊണ്ട് മുബാഹായ ഇസ്തിഅമാലിന് വേണ്ടിയാക്കി എന്നല്ല ഫുഖഹാവ് പറയുന്നത്. നഖദിയത്ത് എന്ന് പറയുന്ന ആ ഇസ്തിഅദാദ്, ആ തയ്യാറാക്കപ്പെടൽ, ഒരുക്കപ്പെടൽ, അത് അതിന് നഷ്ടമായി എന്നാണ്. ചില ഇബാറത്തുകളിലൊക്കെ ഫുഖഹാക്കൾ ഇബാറത്ത് ഇട്ടത് എങ്ങനെയാണ്? ലിഅന്നഹു സാറ മുഅദ്ദൻ ലിൽ ഇസ്തിഅമാലീന. ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ ചില സ്ഥലങ്ങളിൽ, ഉദാഹരണം മഹാനായ ഇമാം ബുജൈരിമി തങ്ങൾ അവിടുത്തെ കിതാബിൽ പറഞ്ഞത് ലിഅന്നഹു സാറ മുഅദ്ദൻ ലിൽ ഇസ്തിഅമാലിൻ മുബാഹിൻ. എന്താ സാറ എന്ന് പറഞ്ഞാല്? ഒരവസ്ഥയിൽ നിന്ന് മാറി വേറൊരവസ്ഥ പ്രാപിക്കുന്നതിനെ പറ്റിയ സ്വാറ എന്ന് പറയാം. അപ്പൊ നേരത്തെയുള്ള ഇല്ലത്ത്, നഖദിയത്ത് എന്ന് പറഞ്ഞ ഇല്ലത്ത് വിനഷ്ടമായി പുതിയ ഒരു ഇല്ലത്തിലേക്ക് അത് പ്രാപിച്ചു. അതാ അതിന് കാരണം. സ്വാറ എന്ന് പറഞ്ഞാൽ അതാണ് തഹവ്വുലുൻ മിൻ ഹാലിൻ ഇലാ ഉഖ്റ, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് വ്യതിചലിക്കുമ്പോൾ ആ സ്വാറ എന്ന് പറയാം. കേവലം അക്ഷരവായന മാത്രം വായിച്ചിട്ട് കിതാബ് അർത്ഥം വെക്കാൻ വേണ്ടി മുതിരണ്ട എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഇമാം സുലൈമാനുൽ ജമൽ റളിയല്ലാഹു തആല അൻഹു കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഇബാറത്ത് കൂടി ഞാനിവിടെ വായിക്കാം. ബഹുമാനപ്പെട്ടവർ പറയാം, അന്ന സക്കാത്ത് ഇന്നമാ തജിബു ഫീ മാലിൻ നാമിൻ, വളർച്ചയുള്ള ധനത്തിലെ സക്കാത്ത് നിർബന്ധമാകുള്ളൂ. വന്നഖ്ദു, സ്വർണവെള്ളി, വൈറു നാമിൻ, അവ സ്വയം അവയ്ക്ക് വളർച്ചയില്ല. എങ്കിലും ഇന്നമാ ഉൽഹിഖ ബിൻ നാമി, വികാസമുള്ള ധനത്തിനോട് അതിനെ ചേർക്കപ്പെട്ടത് ലിതഹയ്യുഇഹി ബിഹി ലിൽ ഇഖ്റാജി, അതിനെ ചെലവഴിക്കാൻ വേണ്ടി അത് തയ്യാറായതിനു വേണ്ടിയാണ്. വബിസ്സിയാവത്തി, അതിനെ ആഭരണമായി വാർക്കപ്പെടൽ കൊണ്ട് ബത്വല തഹയ്യുഉഹു ലഹൂന, ആ തയ്യാറെടുപ്പ് അതിന് നഷ്ടമായി, അതിൽ ഇല്ലാതെയായി. ആണോ? ഇല്ലത്തില്ലാതെയായപ്പോൾ ആ ഹുക്കുമില്ലാതെയായത്, അല്ലാതെ ഇല്ലത്ത് ഉണ്ടായിക്കൊണ്ട് ഹുക്കുമ നഷ്ടപ്പെടല്ല ചെയ്യുന്നത്. ഇല്ലത്ത് ഉണ്ടായിക്കൊണ്ട് ഹുക്കുമ നഷ്ടപ്പെട്ട സുഹൃത്തുക്കളെ ആ ഇല്ലത്തല്ലാതെ ആവൂലേ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? പിന്നെ അടുത്ത ഇവരുടെ സംശയം എന്താ വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ അനുവദനീയമായ ആഭരണത്തിൽ നഖദിയത്ത് നഷ്ടപ്പെടുമെന്നാണെങ്കിൽ ഹറാമും കറാഹത്തുമായ ആഭരണത്തിൽ പിന്നെ എങ്ങനെയാണ് സക്കാത്ത് ഉണ്ടായത് എന്നാ അവരുടെ അടുത്ത ചോദ്യം. ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ വളരെ കൃത്യമായിട്ട് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരൊറ്റ ഇബാറത്ത് ഞാൻ വായിക്കാം. സുലൈമാനുൽ ജമൽ പറഞ്ഞ ഇബാറത്ത് എന്താണ്? സ്വർണവെള്ളിയിൽ സക്കാത്ത് ഉണ്ടാവാൻ കാരണം അൽ ഇസ്തിഗ്നാഉ അനിൽ ഇന്തിഫാഇ ബിഹിമാണ്, അത് സ്വയം ഉപഭോക്തൃ വസ്തു അല്ലാതെ മറ്റുള്ളവയുടെ വിനിമയ മാധ്യമമാവുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞതിന്റെ വിശദീകരണമായിട്ട് പറയാം. സ്വയം ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഐ അദമുൽ ഇന്തിഫാഇൽ മുബാഹി, അനുവദനീയമായ ഉപയോഗം ഇല്ലാതിരിക്കുക എന്നാണ്. അതെങ്ങനെയാണ്? ആ അനുവദനീയമായ ഉപയോഗം ഇല്ലാതിരിക്കുക എന്നുള്ളതിന് രണ്ട് സൂറത്താണുള്ളത്. ബിഅല്ലം യൂജദിൽ ഇന്തിഫാഉ ബിഹിമ, ഒന്നിരിക്കൽ തീരെ ഉപയോഗം ഇല്ലാതിരിക്കൽ കൊണ്ട്, ഔ ഉജിദ ഇന്തിഫാഉൻ ഗൈറു മുബാഹിൻ, അല്ലെങ്കിൽ മുബാഹല്ലാത്ത ഹറാമോ കറാഹത്തോ ആയ, ബിഅൻ കാന മുഹറമൻ ഔ മക്റൂഹൻ, ഹറാമോ കറാഹത്തോ ആയ ഉപഭോഗം ആവൽ കൊണ്ട്. അപ്പൊ ആ സമയത്ത് അതിന് ഇന്തിഫാ ഇല്ലാന്ന, അതിന് ഇസ്തിഅമാൽ ഇല്ലാന്ന, ഹറാമും കറാഹത്തുമായ ഉപയോഗത്തെ പറ്റി ഫുഖഹാക്കൾ എന്താക്കുന്നില്ല? ഇസ്തിഅമാലായിട്ട് അംഗീകരിക്കുന്നില്ല. മനസ്സിലായോ? അപ്പൊ ഇസ്തിഅമാലായിട്ട് അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ആ ഹറാമും കറാഹത്തുമായ ആ ഉപയോഗത്തെ
നഖദിയത്തിനെ നഷ്ടപ്പെടുത്തുന്ന ഉപയോഗമായിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അതിൽ നഖദിയത്ത് അവശേഷിച്ചത്. മനസ്സിലായോ? അതേസമയത്ത് മുബാഹായ ഇസ്തിമാല് അങ്ങനെയല്ല. ഇത് ഫുഖഹാക്കളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, എന്റെ 16-ാം തീയതിക്കത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, സ്വർണം തുരുമ്പിച്ചാൽ അതിൽ സക്കാത്തില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനെ സംബന്ധിച്ച് ഇവർ പറയുന്നത് സക്കാത്ത് ഉണ്ട്, സ്വർണം തുരുമ്പിച്ചാലും സക്കാത്ത് ഉണ്ട്. അത് ഷെർവാനിയുടെ ഒരു ഇബാറത്ത് ഉദ്ധരിച്ചിരിക്കുകയാണ്. എന്താണ് അതിന്റെ നിജസ്ഥിതി? മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫത്തുൽ മുഹ്താദിൽ പറയുന്നത്, എന്റെ ശ്രോതാക്കൾ ശരിക്കും ശ്രദ്ധിക്കണം, നിങ്ങൾക്കിത് ഒരു പുതിയ ക്ലാസ് ആയതുകൊണ്ട്, പുതിയ അവതരണമായതുകൊണ്ട് ഒരുപക്ഷെ മുഴുവൻ ഭാഗത്തേക്കും എല്ലാ ആളുകൾക്കും കടന്നു ചെല്ലാനോ ചിന്തിക്കാനോ, അല്ലെങ്കിൽ ഫുഖഹാഇന്റെ വളരെ ചർവണം നടത്തപ്പെടുന്ന വാചകങ്ങളെ ശരിയായ വിധത്തിൽ വിലയിരുത്താൻ ഒരു പക്ഷെ നിങ്ങൾക്ക് ശ്രോതാക്കൾക്ക് എല്ലാവർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ നിങ്ങൾ ക്ഷമയോടുകൂടി കേട്ടാൽ മതി. വയഹ്റുമു അലർ റജുലി വൽ ഖുൻസ, പുരുഷനും നപുംസകനും ഹറാമാണ്. ഹുലിയു ദഹബി, സ്വർണ ആഭരണം ഹറാമാണ്. ഇതാരാ പറയണത്? മിൻഹാജിൽ നബിമാം പറയണം. അതിനെ വിശദീകരിച്ചുകൊണ്ട് തുഹ്ഫ പറയുകയാണ്, ഇല്ലാ അൻ സദിഅ, അത് തുരുമ്പിച്ചാൽ ഒഴികെ. ബിഹൈസു ലാ യതബയ്യനു, അങ്ങനെയാണ് തുഹ്ഫയിൽ കാണുന്നത്. ബിഹൈസു ലാ യബീനു എന്നും കാണുന്നുണ്ട്. അത് വെളിവാവാത്ത വിധത്തിൽ ആകെ തുരുമ്പിച്ച് ഉള്ളും പുറക്കെ പാറ്റ തുരുമ്പിച്ചിടും, എന്നാൽ അത് ഹറാമില്ല. കമാ നഖലഹു ഫിൽ മജ്മൂഇ അൻ ജംഇൻ, നബിമാം ശറഉൽ മുഅദ്ദബിൽ ഒരു കൂട്ടം ഫുഖഹാക്കളെ തൊട്ട് ഉദ്ധരിച്ചതുപോലെ. വയുവജ്ജഹു ബിസവാലിൽ ഖുയലാഇ അൻഹു ഹീനഇദിൻ നദീറ മാ മർറ ഫി ഇനാഇ നഖദിൻ സദിഅ ഔ ഗുശിയ. ആ ഇബാറത്ത് നമ്മൾ അർത്ഥം വെക്കേണ്ട ആവശ്യമില്ല, അത് ഇവിടെ ആവശ്യമില്ലാത്തതാണ്. അപ്പൊ പുരുഷൻ നപുംസകം എന്നിവർക്ക് സ്വർണം ധരിക്കൽ ഹറാമാകും, സ്വർണം എന്ന് അവ്യക്തമാകും വിധം തുരുമ്പ് പിടിച്ചാലൊഴികെ. ഇവിടെ ഷെർവാനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഖൗലുഹു ബിഹൈസു ലാ യബീനു ഇലാ ആഖിരിഹി ഐ ഫലാ ഹുർമത, തുരുമ്പ് പിടിച്ചിക്കുകയാണെങ്കിൽ പിന്നെ ആ സ്വർണം ഉപയോഗിക്കലും ധരിക്കലും ഹറാമില്ല. ലാക്കിൻ, പക്ഷേ യംബഗി കറാഹത്തുഹു, എങ്കിലും അത് കറാഹത്ത് ആവലാണ് യോജിപ്പ്. ഫതജിബു ഫീഹി സക്കാത്തു, കാരണം കറാഹത്താണെങ്കിൽ അതിൽ സക്കാത്ത് നിർബന്ധമാകും. കറാഹത്താകുമ്പോ അത് കാരണം അതിൽ സക്കാത്ത് നിർബന്ധമാകും എന്ന് അലിയു ശബ്റാമിൽ ലസിയെ തൊട്ട് പിന്നെ ഉദ്ധരിച്ചിരിക്കുകയാണ്. ഈ ഇബാറത്തില് ലാക്കിൻ എംബഗി എന്ന് പറഞ്ഞ, എംബഗി എന്നുള്ള വാക്ക് പല അർത്ഥത്തിനും വരും. എംബഗി എന്ന് പറഞ്ഞാൽ യജിബു എന്നുള്ള അർത്ഥത്തിന് വരും, നിർബന്ധമാകും, അല്ലെങ്കിൽ യുസന്നു എന്നുള്ള അർത്ഥത്തിന് വരും, അല്ലെങ്കിൽ യലീഖു എന്നുള്ള അർത്ഥത്തിന് വരും. അതുപോലെ തന്നെ യതറജ്ജഹു എന്ന പല അർത്ഥത്തിനും വരും. അങ്ങനെ കറാഹത്താണെന്നുള്ളതാണ് പ്രബലം. ആ അർത്ഥത്തിൽ എംബഗി എന്നുള്ള വാക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ നിർബന്ധം സുന്നത്ത് എന്നുള്ള വാക്ക് കറാഹത്താണെന്നുള്ളത് സുന്നത്താണ് നിർബന്ധമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ അർത്ഥം ഏതായാലും ഇവിടെ ഉദ്ദേശ്യമല്ല. പ്രബലം എന്നുള്ള അർത്ഥം ഇവിടെ ഉദ്ദേശ്യമാണോ അല്ലേ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അത് ഉദ്ദേശ്യമാകാൻ യാതൊരു നിർവാഹവുമില്ല. മറിച്ച് എംബഗി എന്നുള്ളത് ലി മുജറദിൽ ബഹസി, അത് പറഞ്ഞ ആളുടെ ഒരു ചർച്ചയായിട്ട് മാത്രമാണ് വിലയിരുത്തുക എന്ന നിലക്കും എംബഗി എന്നുള്ള വാക്ക് ഫുഖഹായിന്റെ ഇബാറത്തുകളിൽ നിരന്തരമായി വരാറുണ്ട്. ആ പ്രയോഗത്തിലാണ് ഈ എംബഗി ഉൾപ്പെടുത്തേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഒരാളുടെ ബഹസ് അത് മുഅ്തമദാവണമെന്നുണ്ടെങ്കിൽ പ്രബലമായ ഇബാറത്തുകളോട് എതിരാവാതിരിക്കണമെന്നുണ്ട്. ഇവിടെ മഹാനായ ഇമാം റംലി റളിയല്ലാഹു തആല അൻഹു എന്താണ് വിശദീകരിച്ചതെന്നുള്ളത് നോക്കണം. അതിനു മുമ്പായിട്ട് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ലാക്കിൻ യംബഗി കറാഹത്തുഹു എന്ന് പറഞ്ഞ ആ ഇബാറത്ത്, അതിന്റെ മുമ്പത്തെ ഇബാറത്ത് ബോധപൂർവ്വം ഒഴിവാക്കി. എന്നിട്ട് അങ്ങനെ ഒരു ഇബാറത്ത് ഉണ്ടെങ്കിലും അത് അപ്രബലമായ ആണ്, അതിവിടെ ഞങ്ങൾ ഉദ്ധരിക്കുന്നില്ല, അതവിടെ ഇരിക്കട്ടെ, സൂചന മാത്രം തരുന്നു എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിച്ചിട്ടാണ് പെയ്ക്കാണ്. അത് സൂചിപ്പിക്കാൻ കാരണം അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്താൻ കാരണം എന്താ വെച്ചാൽ അതിനർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പെടും, അവർക്കറിയാം. എന്താണ് ആ ഇബാറത്ത്? ഇമാം അബ്ദുൽ ഹമീദ് ഷെർവാനി തുഹ്ഫ വിശദീകരിച്ചുകൊണ്ട് പറയാം, ഖൗലുഹു ഇല്ലാ അൻ സദിഅ ഇലാ ആഖിരിഹി. ഇബാറത്തുൽ ഉബാബ്, ഇമാം മുസജ്ജിദിന്റെ ഉബാബിന്റെ ഇബാറത്ത്, യഹ്റുമു അല റജുൽ ഇസ്തിഅമാലു ദഹബി മാ ലം യസ്ബൽ, പുരുഷൻ സ്വർണം ഉപയോഗിക്കൽ ഹറാമാണ് നുരുമ്പാത്ത കാലത്തോളം.
ഇബാറത്തു ഷർഹി മുർ, ഇമാം റംലി തങ്ങളുടെ ഇബാറത്ത് എന്താണ്? മറ അന്ന ദഹബ ഇദാ ഹാല ലൗനുഹു വ ദഹബ ജിൻസുഹു, സ്വർണത്തിന്റെ വർണ്ണം ഒക്കെ മങ്ങി അതിന്റെ ആ ജിൻസ് പോയാല് യൽതഹിഖു ബിദ്ദഹബി ഇദാ സദിഅ, നുരുമ്പിപ്പോയ അതിന്റെ വദഹബ ജിൻസുഹു എന്നല്ല വദഹബ ഹുസ്നുഹു എന്നാണ് ഞാൻ എഴുതിയെടുത്തോട്ട് സംഭവിച്ച പിഴവാണ്. വദഹബ ഹുസ്നുഹു, സ്വർണത്തിന്റെ സ്വർണത്തിന്റെ നിറം മങ്ങി അതിന്റെ ഭംഗി പോവുകയും ചെയ്താൽ അത് തുരുമ്പ് പിടിച്ച സ്വർണത്തിനോട് ചേർക്കുക എന്ന് അലാമ ഖാലഹുൽ ബന്ദനീജിയു, അങ്ങനെ ബന്ദനീജി പറഞ്ഞു. ഇമാം അല്ലാമ ബന്ദനീജി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കമാ നഖലഹു ഫിൽ ഖാദിമി, സർകശി ഇമാം ഖാദിമിൽ ഉദ്ധരിച്ചതുപോലെ. അപ്പൊ ഫലാ സകാത്ത ഫീഹി ലിൽ അൽഹരി, പ്രബലാഭിപ്രായ പ്രകാരം നിറം മങ്ങിയ ഭംഗി പോയ സ്വർണത്തിലും സക്കാത്തില്ല എന്ന് വരും. കാരണം തുരുമ്പിച്ച സ്വർണം പോലെയാണെന്ന് വരുമ്പോൾ അതിലേതായാലും സക്കാത്തില്ല എന്നാണല്ലോ. മഖീസ് അലിഹിൽ ഏതായാലും സക്കാത്തില്ല, അപ്പൊ മഖീസിനും സക്കാത്തില്ല എന്ന് വരും. പക്ഷേ വഫീഹി നദറുൻ, ആ ഖിയാസിൽ നദറുണ്ട്, അതിൽ ചില എതിർപ്പുകളുണ്ട് എന്ന് ഇന്ദഹത്ത് റംലിമാൻ പറഞ്ഞു നിർത്തുകയാണ്. അവിടെ അലിയു ഷബ്റാമല്ലിസി പറയാണ് എന്താണ് നദറുണ്ട് എന്ന് പറഞ്ഞതാണ് മഴത്തുമത്. നിറം മങ്ങിയ സ്വർണം ഒരിക്കലും തുരുമ്പിടിച്ച സ്വർണം പോലെയല്ല. എന്തുകൊണ്ട്? തുരുമ്പിടിച്ച സ്വർണം എന്ന് പറഞ്ഞാൽ, നിറം മങ്ങിയ സ്വർണം എന്ന് പറഞ്ഞാൽ വജുഹു അന്നഹു ദഹബുൽ ദാത്തം വഹയ്യത്തൻ, നിറം മങ്ങിയ സ്വർണം എന്ന് പറഞ്ഞാൽ അത് സ്വർണം തന്നെയാണ്, തടിയിലും ആകൃതിയിലൊക്കെ അത് സ്വർണം തന്നെയാണ്, നിറം മങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഖിലാഫി മാ സദിഅ, തുരുമ്പിച്ച സ്വർണത്തിന് വിപരീതമായിട്ട് ഫൈന സദാഹു, അതിന്റെ തുരുമ്പ് യംനഉ സിഫത്ത ദഹബി അൻഹൂന, സ്വർണം എന്നുള്ള ആ വിശേഷണം തന്നെ അതിനെ തൊട്ട് നീക്കി കളഞ്ഞു. അത് സ്വർണ്ണം അല്ല, ആകെ തുരുമ്പ് പിടിച്ചിട്ട് എന്തായി മാറി? അത് സ്വർണ്ണം അല്ലാതെയായി മാറി. സ്വർണത്തിന്റെ സിഫത്ത് തന്നെ തടയപ്പെട്ടു എന്നാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ അവകൾ തമ്മിൽ തുലനം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തുരുമ്പിടിച്ച സ്വർണത്തിന് സക്കാത്തില്ല എന്ന് പറഞ്ഞതിനോട് നിറം മങ്ങിയ സ്വർണത്തിനെ താരതമ്യം ചെയ്ത ബന്ദനി ജീമാവിന്റെ ആ വാചകം, അതിലെ സർക്കശി ഉദ്ധരിച്ചതിനെ റംലി ഇമാം അംഗീകരിച്ചിട്ടില്ല. തുഹ്ഫ വിഷയത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ റംലി ഇമാം പറഞ്ഞതുകൊണ്ട് അത് മദ്ഹബിൽ മുഅ്തമദാണ്. മദ്ഹബിൽ മുഅ്തമദിനെതിരിൽ പിന്നെ ശർവാനി ഇമാം എടുത്തിട്ട ബഹ്സിന്റെ വിധി എന്താണ്? റംലി ഇമാം കൽപ്പിച്ച ഒരു തീർപ്പിനെതിരിൽ ഷെർവാനി ഇമാമോ അല്ലെങ്കിൽ അലിയു ശുബ്റാമുൽ ലസിയോ ഒരു ഇബാറത്ത് ഇട്ടു. എന്ത്? ലാക്കിൻ യംബഗി കറാഹത്തുഹു ഫയജിബു സക്കാത്തു ഫീഹി എന്ന ഒരു ഇബാറത്ത് ഇട്ടുകൊണ്ട് അത് മുഅ്തമദാകുമോ? അത് പ്രബലമാകുമോ? അത് മദ്ഹബിൽ പ്രബലമാകുമോ? എന്താ മദ്ഹബിന്റെ ഉസൂല്? മദ്ഹബിനൊരു ഉസൂലില്ലേ? ഇമാം റംലി ഇമാമിന്റെ മറ്റൊരു ഇബാറത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നിഹായിൽ പറയാം, നഅം ഇൻ സദിഅ മാ ദുകിറ ബിഹൈസു ലാ യബീനു ജാസ ലഹു ഇസ്തിഅമാലുഹുന, സ്വർണ്ണ വെള്ളി അത് ഇനി സ്വർണമാണെന്ന് വെളിവാവാത്ത വിധം അത് തുരുമ്പിച്ചാൽ അതിനെ ഉപയോഗിക്കൽ ജായിസാണ്. ഇത് ഇമാം നവവി തങ്ങൾ മജ്മൂഇൽ ഉദ്ധരിച്ചതാണ്, പല ഇമാമിങ്ങളെ തൊട്ടും ഉദ്ധരിച്ചതാണെന്ന് ഇമാം റംലി നിഹായിൽ പറയാം. ആ റംലി ഇമാം നിഹായിൽ പറഞ്ഞ ആ ജാസലഹു ഇസ്തിഅമാലുഹു എന്നതിനെ സംബന്ധിച്ച് എന്താണ് അലിയു ശുബ്റാമുൽ ലസി പറഞ്ഞത്? ഐ വലാ സകാത്ത ഫീഹി, അപ്പൊ അതിലെന്തില്ല? സകാത്തില്ല. ഹൈനൈദിൻ, തുരുമ്പിച്ചാൽ. ലിഅന്നഹു, കാരണം തുരുമ്പിക്കലോടുകൂടെ അത് സാറ, അത് ആയി മാറി മുഅദ്ദൽ ലിൽ ഇസ്തിഅമാലി മുബാഹൻ, അനുവദനീയമായ ഉപയോഗത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടതായി മാറീന. നേരത്തെ ഉണ്ടായിരുന്ന നഖ്ദിയത്ത് അതിൽ വിനഷ്ടമായി. ബത്തലത്ത് തഹയ്യുഉ ബിസ്സദഇ, ആ തുരുമ്പ് കാരണത്താൽ അതിന്റെ ആ വിനിമയ മാധ്യമമാവുക എന്നുള്ള ആ അതിന്റെ തയ്യാറെടുപ്പ്, അതിന്റെ ആ സജ്ജത നഷ്ടപ്പെട്ടു പോയി. ഇല്ലത്ത് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ മഅലൂലായ ഹുക്മ് ധരിക്കൽ സുഹൃത്തുക്കളെ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലേ? ഈസിയല്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മാത്രമല്ല മഹാനായ ഇമാം ബുജൈരിമി റളിയല്ലാഹു തആല അൻഹു എന്താ പറഞ്ഞത്? ആ ഇബാറത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് പറയാ, ഖൗലുഹു ലം യഹ്റും വഹൈസു ഹറംന ദഹബ ഫൽ മുറാദു ബിഹി, സ്വർണം ഹറാമാകുന്നത് കൊണ്ടുള്ള ഉദ്ദേശം ഇദാ ലം യസ്ദ, അത് തുരുമ്പിച്ചിട്ടില്ലെങ്കിലാണ്. ഫഇൻ സദിഅ, ഇനി അത് തുരുമ്പിച്ചാലോ?
ബിഹൈസുല യബീനു, അത് വെളിവാവാത്ത വിധം, ലം യഹ്റും, അത് ഹറാമില്ല. ഹറാമില്ല എന്ന് മഹാനായ ഇമാം സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ശറഹുൽ മൻഹജിന്റെ ഇബാറത്താണത്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ബുജൈരിമിയിൽ പറഞ്ഞത് എന്താണ്? വലാ സകാത്ത ഫീഹി ലിഅന്നഹു സാറ മുഅദ്ദൻ ലിസ്തിഅമാലിൻ മുബാഹിൻ, അത് അനുവദനീയമായ ഉപയോഗത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടതായി മാറിയതിനാൽ അതിൽ സക്കാത്തുമില്ല. അപ്പൊ അത് കറാഹത്തുമല്ല. അപ്പൊ പിന്നെ നേരത്തെ അലി സുബ്റാമുല്ലസിയുടെയും അതിനെ അനുകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഷെർവാനി ഇമാമും യംബഗി എന്ന് പറയുന്നത് മുജറദ് ബഹ്സാണത്. ഒരു ബഹ്സ് കേവലം ഒരു ചർച്ചയെ പ്രബലമാക്കണമെന്നുണ്ടെങ്കിൽ, അംഗീകൃതമാവണമെന്നുണ്ടെങ്കിൽ അത് നഖലിനോട് എതിരാവാതിരിക്കണമെന്നുണ്ട്. എങ്കിലേ ഒരു ബഹസിനെ എഴുത്തിബാർ ചെയ്യാനോ അല്ലെങ്കിൽ എഴുത്തിമാത് ചെയ്യാനോ പരിഗണിക്കാനോ അവലംബിക്കാനോ പ്രബലപ്പെടുത്താനോ പറ്റുകയുള്ളൂ എന്നാണ് കിതാബിന്റെ നിയമമാണ് ആ പറയുന്നത്. ആ നിയമം നിങ്ങൾ ആലോചിക്കാതെ നിങ്ങൾ വെളിപാടുകൾക്ക് മറുപടി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾ ഫിഖ്ഹിന്റെ വലിയ ആളുകളാണ് എന്നിങ്ങനെ പറഞ്ഞ് നടന്നാ പോരാ. ഫിഖ്ഹ് അർത്ഥം വെക്കുമ്പോ ഉസൂല് നന്നായി അറിയണം, നിദാനശാസ്ത്രം നന്നായി പ്രാവീണ്യം വേണം, അതുപോലെ തന്നെ നഹ്വിൽ നല്ല കഴിവ് വേണം. ഇത് രണ്ടും നിങ്ങൾക്ക് ഈ മറുപടിയിൽ ഇല്ല എന്ന് എനിക്ക് നിങ്ങളെ കുറിച്ച് പറയേണ്ടി വന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറയുന്ന ആളല്ല. നിങ്ങളെ വളരെ പ്രതിപക്ഷമാണെങ്കിലും വളരെ മാന്യതയോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും മാത്രമാണ് ഞാൻ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമായുടെ ഉസ്താദുമാരെയോ അതല്ലെങ്കിൽ അതിന്റെ അനുഭാവികളെയോ ഞാൻ വീക്ഷിക്കാറുള്ളത്. പക്ഷേ കാര്യങ്ങൾ പറയേണ്ടതല്ലേ? സംസ്ഥാന സുഹൃത്തുക്കളൊന്ന് ശ്രദ്ധിക്കണം. ആർക്കാണ് ഇവിടെ പോഴത്വം സംഭവിച്ചത്? തോന്നിവാസികൾ ഇവിടെ ആരാണായത്? ഏതായാലും തോന്നിവാസം, വിവരക്കേട്, വിവരദോഷം എന്നൊക്കെ പറയാമെന്നല്ലേ ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ പാർട്ട് 1 എനിക്ക് മറുപടി പറഞ്ഞത്. അപ്പൊ ആ ഇബാറത്ത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. പിന്നെ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ വലിയൊരു ഒരു തുഹ്ഫന്റെ ഇബാറത്തിനെ പോലും ഇവര് നേരത്തെ തെറ്റായ അർത്ഥം നൽകി. ഇനി തുഹ്ഫയുടെ മറ്റൊരു ഇബാറത്തിനെ തുഹ്ഫ പറഞ്ഞ ആ അറബി വാക്കിന് തുഹ്ഫയിൽ ഉദ്ദേശിച്ച അർത്ഥമല്ലാത്ത മറ്റൊരർത്ഥം കൊടുക്കുക, എന്നിട്ട് എനിക്ക് മറുപടി പറഞ്ഞേക്കാം. അങ്ങനെ മറുപടി പറയാൻ ഇവിടെ ആർക്കാ കഴിയാത്തത്? അത് മുജാഹിദിന്റെ ഏർപ്പാടല്ലേ? അതിവിടെ വഹാബിയാക്കളും മൗലവിയാക്കളും നടത്തുന്ന ഏർപ്പാടല്ലേ? ആ ഏർപ്പാടേറ്റു എന്തിനാ ഞങ്ങളോട് നേരിടുന്നത്? ഇവരെന്താ എഴുതുന്നത് അറിയോ? എനിക്കുള്ള മറുപടിയിൽ എഴുതാണ്. തുഹ്ഫയിൽ തന്നെ സ്വർണ്ണ വെള്ളിക്ക് വർഷം ആവർത്തിക്കുമ്പോൾ സക്കാത്ത് നിർബന്ധമാണെന്നതിന്റെ കാരണം പറയുന്നത്. സ്വർണം വെള്ളി ഇപ്പൊ 10.5 പവൻ സ്വർണം, 10.5 പവൻ സ്വർണം ഒരു കൊല്ലം സൂക്ഷിച്ചു, എന്നാൽ 2% സക്കാത്ത് കൊടുക്കണം. അതേ സ്വർണം തന്നെ അടുത്ത കൊല്ലം സൂക്ഷിച്ചു, എന്നാൽ അടുത്ത കൊല്ലം 2% സക്കാത്ത് കൊടുക്കണം. അതേസമയത്ത് ഈത്തപ്പഴവും ധാന്യങ്ങളും അങ്ങനെയല്ല. അതിന് ഒരു വട്ടം സക്കാത്ത് കൊടുത്താൽ പിന്നെ വർഷാവർഷം സക്കാത്ത് കൊടുക്കണ്ടാണ്. എന്താണ് അതിന് കാരണം? തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇത് വിശദീകരിക്കാൻ ആണ് തുഹ്ഫന്റെ ഇബാറത്ത് ഉള്ളത്. അതിനെ ഇവർ കൊടുക്കുന്ന അർത്ഥം എന്താണ് എന്ന് ഞാൻ വായിച്ച അർത്ഥം, അവർ നൽകിയ അർത്ഥം പറയാം. എന്താ അതിന്റെ അർത്ഥം? ഞാൻ അതിന്റെ നേർക്കുന്നതിന് അർത്ഥം വെച്ചുതരാം. സ്വർണ്ണ വെള്ളി വർഷാവർഷം സക്കാത്ത് കൊല്ലം സൂക്ഷിച്ചു വെക്കുന്നതാണെങ്കിൽ കൊടുക്കണം. ഒരു കൊല്ലം കൊടുത്തുകൊണ്ട് അടുത്ത കൊല്ലം ഇനി കൊടുക്കണ്ടെന്നല്ല, എല്ലാ കൊല്ലും ഒരേ സ്വർണത്തിന് തന്നെ കൊല്ലം സക്കാത്ത് കൊടുക്കണം എന്നാണ്. എന്താ കാരണം? ലിഅന്നന്നഖദ സ്വർണ്ണ വെള്ളി നാമിൻ, അത് വികസനക്ഷമതയുള്ളതാണ്. ഫീ നഫ്സിഹി, അതിന്റെ സ്വന്തത്തിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് കേവലം സ്വന്തത്തിൽ എന്നല്ല, മറിച്ച് വികസനക്ഷമതയുള്ള സ്വത്തുക്കളോട് ചേർക്കപ്പെട്ടു എന്ന നിലക്കാണ് എന്നുള്ളത് ഫിഖ്ഹിന്റെ മറ്റു ഇബാറത്തുകളുമായി ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിവിടെ പ്രസക്തമല്ലാത്ത ചർച്ചയായതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് സാധനങ്ങളുടെ വിനിമയത്തിന്, വസ്തുക്കൾ വാങ്ങാനും വിൽക്കാനുമുള്ള ഉപകാരത്തിന്, അങ്ങനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി, സ്വയം ധരിക്കാനോ സ്വയം പാത്രമാക്കാനോ സ്വയം ഉപഭോക്തൃ വസ്തുവാക്കാനോ അല്ല, മറിച്ച് വസ്തുക്കളുടെ വിനിമയത്തിനും വസ്തുക്കളുടെ കൊടുക്കൽ വാങ്ങലിനും സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും കച്ചവടം ചെയ്യാനും ഒക്കെ അങ്ങനെ ഉപകാരപ്പെടും.
ഒരു വസ്തുവിനും എതിരായിട്ട് എന്നാണോ? അങ്ങനെയാണോ? അത് ദൈനി എന്നുള്ളത് ഇഷാറത്തിന്റെ ഇസ്മാണ്. ബിദാലി മുഫ്റദിൻ മുദക്കരിൻ അശിർ ബിദി വദിഹി തഅലൽ ഉൻസഖ്തസിർ വദാനി താനി ലിൽ മുസന്നൽ മുർതഫി. എന്താ അർത്ഥം? ദാനി താനി എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിലേക്ക് ഇഷാറത്താക്കാനാണ്. അപ്പൊ എന്താ അർത്ഥം? ഖിലാഫി ദൈനിക, മേൽ പറഞ്ഞ രണ്ടെണ്ണത്തിന് വിപരീതമായിട്ട്. മേൽ പറഞ്ഞ രണ്ടെണ്ണം ഏതാണ്? ഈത്തപ്പഴവും ധാന്യവുമാണ്. അതിന് വിപരീതമായിട്ട്. എന്നാൽ ഇവർ പറയുന്ന അർത്ഥം ഞാൻ വായിച്ചു തരാം. നഖദ് ഏത് കാലത്തും സ്വന്തമായി തന്നെ വളരുന്നതും ഉപയോഗിക്കാനും വസ്തുക്കൾ വാങ്ങാനും പറ്റുന്നതാണ്. ഇത് രണ്ടുമല്ലാത്ത മറ്റൊന്നിനും ഈ പറഞ്ഞ ഗുണമില്ല തന്നെ. ഇങ്ങനെ അർത്ഥം കൊടുക്കുന്നത്. ഇത് രണ്ടുമല്ലാത്ത മറ്റൊന്നിനും ഈ പറഞ്ഞ ഗുണമില്ല തന്നെ. ഞാൻ സംസ്ഥാനക്കാരെ വെല്ലുവിളിക്കാണ്. എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ അർത്ഥം? ബിഖിലാഫി ദൈനിക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമല്ലാത്ത മറ്റൊന്നിനും ഈ പറഞ്ഞ ഗുണമില്ല തന്നെ എന്ന നിങ്ങൾ കൊടുത്ത അർത്ഥം എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? ആരാ നിങ്ങൾക്കിത് പഠിപ്പിച്ചത്? തുഹഫന്റെ ഇബാറത്തിൽ തോന്നിയ അർത്ഥം വെക്കേ. എന്നിട്ട് ഞാൻ തോന്നിവാസം ചെയ്യാൻ നിങ്ങൾ തിരിച്ചെഴുതല്ലേ? മസ്അലാപരമായ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. അത് പ്രതിപക്ഷത്തെ ബഹുമാനത്തോടെയും മാന്യതയോടുകൂടിയും നിരീക്ഷിക്കണം, അതും ആവശ്യമാണ്. പക്ഷെ ഇബാറത്തിന് തോന്നിയ അർത്ഥം വെക്കാൻ പറ്റുമോ? എവിടുന്ന് കിട്ടി കേരള സംസ്ഥാനക്കാരെ നിങ്ങൾക്ക് ഈ അർത്ഥം? ഖിലാഫി ദൈനിക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമല്ലാത്ത മറ്റൊന്നിനും ഈ പറഞ്ഞ ഗുണമില്ല തന്നെ. എന്നിട്ട് അവർ വിശദീകരിക്കുക. എന്താ വിശദീകരിച്ചത്? MT പറയുന്നു കറൻസിക്കും ഈ ഗുണം ബാധകമാണെന്ന്. കറൻസിയും നാമിൻ ഫി നഫ്സിയാണെന്ന് പറയുമോ? ഫി അയ്യ വക്തിന് ഉപകാരമുണ്ടെന്ന് ഗവൺമെന്റിന്റെ ഓർഡറിൽ മാത്രം ശാസനപരമായി നിലകൊള്ളുന്ന ഈ കടലാസ് പണത്തിന് എങ്ങനെ പറയാൻ കഴിയുന്നു എന്ന് എന്നോട് ചോദിക്കാം. അതിന് ആരെ നിങ്ങളോട് അർത്ഥം വെക്കാൻ വേണ്ടി പറഞ്ഞത്? ഖിലാഫി ദൈനിക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമല്ലാത്ത മറ്റൊന്നിനും എവിടുന്ന് നിങ്ങൾക്ക് അർത്ഥം കിട്ടിയത്? പണ്ട് നജീബ് മൗലവി തഅദ്ദുദുൽ ജുമുഅയുടെ വിഷയത്തിൽ തുഹഫന്റെ ഇബാറത്തിന് അർത്ഥം വെച്ച് കാണ്ട് പഴച്ച മാതിരി ആയിരപ്പത്. മഹ്ദി എന്ന് പറഞ്ഞ ഭരണാധികാരി ബഗ്ദാദിൽ 2 പള്ളി നിർമ്മിച്ചു അല്ലെ? അവിടെ മഅൻ ജാമിഅ എന്നുള്ളടത്ത് ജാ എന്നുള്ളത് തുഹഫന്റെ അച്ചടിയിലില്ല. ജാമിഅൻ എന്ന് തുഹഫന്റെ അച്ചടിയിൽ ജാ എന്നുള്ള വാക്കില്ല, മഅൻ എന്നുള്ളത്. ഇത് മൂപ്പര് മഅൻ എന്നുള്ളതിന് അർത്ഥം വെച്ചിക്ക. സംഗതി ജാമിഅ എന്നാണ്, ജുമാഅത്ത് പള്ളി എന്നാണ്. ജുമാഅത്ത് പള്ളി എന്നുള്ള ജാ എന്നുള്ള അച്ചടിയിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. മഅൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എന്ന് അർത്ഥം വെച്ചിക്ക. ഇത് നജീബ് മൗലവിക്ക് സംഭവിച്ചതാണ്. മഅൻ ഒരുമിച്ച്, സംഗതി ഒരുമിച്ച് എന്നല്ല, അവിടെ ജാമിഅ എന്നാണ്, ജുമാഅത്ത് പള്ളി എന്നാണ്. ജുമാഅത്ത് പള്ളി എന്നുള്ള വാക്കിൽ ജാ എന്നുള്ളത് അച്ചടിപ്പഴവിന് സംഭവിച്ച പഴവ്, അത് കണ്ടുപിടിക്കാതെ മഅൻ എന്നുള്ളതിന് അർത്ഥം വെച്ചിക്ക. എന്ന മാതിരി ഖിലാഫി ദൈനികക്ക് ഈ അർത്ഥം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അങ്ങനെ നമ്മൾ അച്ചടിക്കപ്പെട്ട കിതാബുകളിൽ എന്തെല്ലാം അച്ചടിപ്പഴവുകളുണ്ട്. ആ അച്ചടിപ്പഴവുകൾ അത് തിരിച്ചറിയണ്ടേ? അത് തിരിച്ചറിഞ്ഞുകൊണ്ടല്ലേ അർത്ഥം നൽകേണ്ടത്? ഞാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ബഹുമാനനായ ട്രഷറർ ഷെയ്ഖുന സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളവറുകൾ ഇപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കുന്ന ഈ വേളയിൽ എന്റെ തൊട്ടപ്പുറത്തെ മഹലിൽ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിന്ന് ക്ലാസ് ഉണ്ടായതുകൊണ്ട് ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാൻ പോകാതെ ഇവിടെ വന്ന് ക്ലാസ് എടുക്കുകയാണ്. ബഹുമാനപ്പെട്ടവരോട് ഞാൻ ഈ ഭാഗത്ത് ചർച്ച ചെയ്യുമ്പോൾ ഉസ്താദ് ഒറ്റയടിക്ക് പറഞ്ഞു ജാമിഅ എന്നാണല്ലോ, എവിടുന്ന് മഅൻ കിട്ടിയതെന്ന് വെച്ചു. ഉസ്താദാണ് എനിക്കത് കാണിച്ചത്, ഇത്തിലാക്കി തന്നത് ആദ്യമായിട്ട്. ഷെയ്ഖുന ജിഫ്രി മുത്തുക്കോയ തങ്ങളവറുകൾ ബഹുമാനപ്പെട്ടവര് ഒറ്റയടിക്ക് തുഹഫന്റെ ഇബാറത്ത് വായിച്ചപ്പോൾ തന്നെ ഉസ്താദ് കാണാതെ പറഞ്ഞു ജാമിഅ എന്ന്. അപ്പൊ ഞാൻ പെട്ടെന്ന് പടച്ചോനെ ജാമിഅ എന്നാണല്ലോ, ഇത് മഅൻ അല്ലല്ലോ. അപ്പൊ അതുപോലും തിരിച്ചറിയാതെ മഅൻ എന്നുള്ളതിന് ഒരുമിച്ച് എന്ന് അർത്ഥം വെച്ചില്ല. മഅൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എന്നാണ്, പക്ഷെ ജാമിഅ എന്ന് പറഞ്ഞാൽ ജുമാഅത്ത് പള്ളി എന്നല്ലേ. എന്നിട്ട് അതേമാതിരിക്കത്തെ ഏർപ്പാട് ഇവിടെ കാട്ടിക്കുക. കറൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? കറൻസി എന്ന് പറഞ്ഞാൽ സ്വന്തത്തിൽ കറൻസി ഉപയോഗിക്കില്ല, കീശയിലിട്ട് അടക്കുകയുള്ളൂ. പക്ഷെ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്. അത് ഒരു കൊല്ലം സൂക്ഷിച്ചാൽ അടുത്ത കൊല്ലം അത് തന്നെയാണ്. ഫി അയ്യ വഖത്തിൻ അത് ആ ഉപയോഗം നിലനിൽക്കും. മനസ്സിലായോ? അപ്പൊ ബിഖിലാഫി ദൈനികക്ക് മറ്റൊന്നിനും ഈ ഗുണമില്ല എന്നൊരർത്ഥം നൽകിയിട്ട് അപ്പൊ കറൻസിക്ക് ഗുണമുണ്ടെന്ന് MT പറഞ്ഞത് ഈ ഇബാറത്തിനെതിരല്ലേ എന്ന് എന്നോട് ചോദിക്കണമെങ്കിൽ ആരാ പറഞ്ഞത് ബിഖിലാഫി ദൈനിക അങ്ങനെയാണ് അർത്ഥം എന്നുള്ളത്?
നിങ്ങൾ മണ്ടത്തര അർത്ഥം വെക്കുക, എന്നിട്ട് ആ മണ്ടത്തര ചോദ്യം എന്നോട് ചോദിക്കുക. അത് വളരെ അനുചിതമായി എന്ന് മാത്രമല്ല തികഞ്ഞ അസംബന്ധമായി എന്ന് എന്റെ ബഹുമാന്യരായ കേരള സംസ്ഥാനക്കാരുടെ ആളുകളോട് പ്രത്യേകം ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. പിന്നെ മുഅദ്ദാനിലിന്നമായി എന്നത് സക്കാത്തിനുള്ള ഇല്ലത്തായി പറഞ്ഞതേയല്ല, അത് ഹിക്മത്ത് എന്ന നിലയിൽ പറഞ്ഞതാണ്. ഈ ഹിക്മത്ത് പറഞ്ഞതിൽ ഒരുതരം അവ്യക്തത ഉണ്ടെന്ന് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവർ എഴുതിയിട്ട് ജമലിന്റെയും ബുജൈരിമിയുടെയും ഒരു ഇബാറത്ത് കൊടുത്തിട്ടാണ്. എന്താണ് ഇബാറത്ത്? വൽ മഅന ഫീ ദാലിക അൽ ഹിക്മത്തു ഫീ വുജൂബി സക്കാത്ത് ഫി നഖദൈനി എന്നാണ്. അതായത് സ്വർണ്ണ വെള്ളിയിൽ സക്കാത്ത് നിർബന്ധമാകുന്നതിനുള്ള യുക്തി അല്ലെങ്കിൽ അതിൽ അന്തർലീനമായ രഹസ്യം എന്നേ അതിനർത്ഥമുള്ളൂ, അത് നിമിത്തം എന്ന അർത്ഥത്തിലല്ല എന്ന് ജമലും ബുജൈരിമിയും അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഉസൂലായ ഷാഫി മദ്ഹബിന്റെ പ്രബല ഗ്രന്ഥങ്ങൾക്ക് യോജിക്കാത്ത ഒരു പരാമർശമാണത്. അതുകൊണ്ട് തന്നെ അതിനെ മാനദണ്ഡപ്പെടുത്താനോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വാദം ഉന്നയിക്കാനോ എനിക്ക് മറുപടി പറയാനോ നിങ്ങൾക്ക് യാതൊരു നിർവാഹമില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കൃത്യമായിട്ട് തന്നെ അവരുടെ കിതാബുകളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടോ ഇല്ലത്തായിട്ട് തന്നെയാണ് വിശദീകരിച്ചിട്ടുള്ളത്, ഹിക്മത്തായിട്ടല്ല. ഉദാഹരണത്തിന് ശറഹുൽ മൻഹജിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ എന്താണ്? ലിഅന്ന സകാത്ത ദഹബി വൽ ഫിദ്ദ തുനാത്തു. എന്താ തുനാത്തു എന്ന് പറഞ്ഞാൽ? ഹിക്മത്തിനെ പറ്റി തുനാത്തു എന്ന് പറയും. ലിഅന്ന സകാത്ത ദഹബി വൽ ഫിദ്ദത്തി തുനാത്തു ബിൽ ഇസ്തിഗ്നാഇ അനിൽ ഇന്തിഫാഇ ബിഹിമാ. സ്വന്തം ഉപയോഗിക്കാതെ സ്വയം പര്യാപ്തപ്പെടുക, അതന്നെ നമായിൽ ഒരുക്കപ്പെട്ടതാവുക എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ അതിനെതിരാണ് മുഅദ്ദുൽ ഇസ്തിഅമാലിൽ മുബാഹ് എന്ന് പറയുന്നത്. അനുവദനീയ ഉപയോഗത്തിന് നമുക്ക് കൗത്തിലണിയാനോ കാതിലണിയാനോ അരയിൽ അരപ്പട്ടയാക്കാനോ ചെരുപ്പാക്കാനോ ഇതിനൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ആ ഉപയോഗപ്പെടുത്തുന്നതിനെ തൊട്ട് പര്യാപ്തമാവുക, സ്വതന്ത്രമാവുക എന്ന് പറഞ്ഞ ആ ഇല്ലത്തിന് നേരെ വിപരീതമാണ്. അപ്പൊ അത് ഇല്ലത്തായിട്ട് തന്നെയാണ് ഫുഖഹാക്കൾ പറഞ്ഞത്. ഹിക്മത്ത് എന്നൊരു പരാമർശം അങ്ങനെ പല ഇല്ലത്തിനെ സംബന്ധിച്ചും അത് ഹിക്മത്താണ് എന്ന രൂപത്തിൽ ചില ശുറാഹിയങ്ങൾ അല്ലെങ്കിൽ ഹാഷ്യക്കാരങ്ങനെ ഇബാർത്തിട്ടുണ്ടെങ്കിലും അത് പലപ്പോഴും യാഥാർത്ഥ്യത്തോട് യോജിച്ചു കൊള്ളണം എന്നില്ല. അപ്പൊ ആ ഒരു ഇബാർത്തായിട്ട് വന്നത് കൊണ്ടൊന്നും യാതൊരു കാര്യവും ഇല്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ വളരെ വ്യക്തമായിട്ട് ഉണർത്തുകയാണ്. അപ്പൊ അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹിക്മത്താണ്. ഈ സ്വന്തപ്പെടാതെ വസ്തുക്കൾ വാങ്ങാനും വിൽക്കാനും വിനിമയ മൂല്യമാവാനും ഒക്കെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് അതിന്റെ ഇല്ലത്ത്. ആ ഇല്ലത്തിന് ഹിക്മത്ത് എന്ന ഒരു ഭാഷ്യം ജമലും ബുജൈരിമിയും കൊടുത്തിട്ടുണ്ടെങ്കിലും ബുജൈരിമി അവിടെ മുഹയ്യാനി ബി ഹസ്ബി ഖൽഖില്ലാഹി ലഹുമാ എന്ന് പറഞ്ഞ എന്താ? അപ്പൊ അതിൽ നിന്ന് ഇവർ മനസ്സിലാക്കിയത് അള്ളാഹു അവ രണ്ടിന്റെയും എന്ന് പറഞ്ഞാൽ സ്വർണ്ണവെള്ളിയുടെ പടപ്പിൽ സൃഷ്ടിപ്പിൽ തന്നെ വളർച്ചയ്ക്ക് വേണ്ടി സജ്ജമാക്കി. അപ്പൊ സൃഷ്ടിപ്പിലേ സജ്ജമാക്കണം എങ്കിലേ നഖദിയത്ത് ഉണ്ടാവുള്ളൂ എന്നിവർ മനസ്സിലാക്കുകയാണ്. യഥാർത്ഥത്തിൽ ബുജൈരിമി ആ ഇബാറത്ത് കൊണ്ടുവന്നത് അതിനു വേണ്ടിയല്ല. ഈ മുഅദ്ദുല്ലിന്നമാ അഥവാ ധനത്തിന്റെ വികാസത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ആരാ അത് തയ്യാറാക്കിയിട്ടുള്ളത് എന്നൊരു അവ്യക്തത അവിടെ ഉണ്ട്. കുറിച്ച് നൗഉ ഖഫാ ഉണ്ടോ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അപ്പൊ ആ ഖഫ തീർക്കാൻ വേണ്ടി സൃഷ്ടിപ്പിനെ അങ്ങനെ തയ്യാറാക്കിയതാണ്, ജനങ്ങൾ അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞ ആ ഖുസൂസിയത്തിന് അവിടെ പ്രത്യേകത ഉണ്ടോ അല്ലേ? സൃഷ്ടിപ്പ് അല്ലാത്ത രൂപത്തിലുള്ള ഇസ്തിഅദാദ് പറ്റൂല, അത് വേറെ ചർച്ചയാണ്.
അപ്പൊ ഖൽഖുല്ല എന്ന് പറഞ്ഞ അള്ളാഹു അതിന്റെ ജന്മ സ്വഭാവമായിട്ട് തന്നെ തയ്യാറാക്കപ്പെട്ടു, നമാഇന് തയ്യാറാക്കപ്പെടുക എന്നുള്ളതാണ് ഇല്ലത്ത്. അത് എങ്ങനെ ഉണ്ടായി? അത് ബി ഖൽഖില്ലാഹി തആല, അള്ളാഹു തആലാന്റെ സൃഷ്ടിപ്പ് കൊണ്ടാണ് ഈ സ്വർണത്തിലും വെള്ളിയിലും ഉണ്ടായത്. പക്ഷെ ഇല്ലത്തായി പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ മഹല്ല് എടുക്കുകയാണെങ്കിലും തുഹ്ഫ എടുക്കുകയാണെങ്കിലും നിഹായ എടുക്കുകയാണെങ്കിലും അതിനപ്പുറത്തുള്ള കിതാബുകൾ എടുക്കുകയാണെങ്കിലും ഒക്കെ നിമിത്തമായി പറഞ്ഞിട്ട് എന്താ? മുഅദ്ദുല്ലിന്നമാ അൽ ഇസ്തിഗ്നാഉ അനിൽ ഇന്തിഫാഇ ബിഹി, അത്തഹയ്യുഉ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സൃഷ്ടിപ്പ് കൊണ്ട് എന്നുള്ള ആ ഖുസൂസിയത്ത് എന്തല്ല, ആ പ്രത്യേകമായ ആ പ്രത്യേകതക്ക് ആ ഇല്ലത്തിൽ ഒരു ദഖലുമില്ല. അത് ദഖലുള്ളതായിട്ടൊരു മുജൈരിമിന്റെ ഒരു ഇബാറത്ത് നോക്കിയിട്ട് മാത്രമല്ല എന്ത് ചെയ്യേണ്ടത്, അതിനെ ഇല്ലത്തിന്റെ ഒരു ജുസ് ആയിട്ട് പിടിക്കേണ്ടത്. ഇല്ലത്തായിട്ട് പ്രതിപാദിച്ച സ്ഥലങ്ങളിൽ അങ്ങനെ പരാമർശം നടത്തപ്പെട്ടിട്ടില്ല. പിന്നെ അത് ഇസ്തിറാദ് എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ഖഫാ അവിടെ വരുന്നുണ്ട്. അത് തീർക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുജൈരിമി എന്ത് പറഞ്ഞു? ഐ മുഹയ്യആനി ബിഹസ്ബി ഖൽഖില്ലാഹി ലഹുമാ എന്ന് പറഞ്ഞു. അത് ആ ഖഫായിനെ തീർക്കാൻ വേണ്ടി പറഞ്ഞതാ, അല്ലാതെ അത് ഇല്ലത്തിൽ ദാഖിലായതുകൊണ്ട് പറഞ്ഞതല്ല. എന്നിട്ട് ഇവരുടെ ചോദ്യം തന്നെ അസ്ഥാനത്തായി. എന്താ? സൃഷ്ടിപ്പിലെ നമാഇനായി അഥവാ വികാസത്തിനായി സജ്ജീകരിക്കപ്പെടുക എന്ന ഗുണം കടലാസ് കറൻസികൾക്കില്ല. അത് നിങ്ങൾ പറഞ്ഞ ആ കഥയെ ശരിയാണ്. പക്ഷേ സൃഷ്ടിപ്പിൽ തന്നെയാവണം നിങ്ങൾ എവിടെ നിന്ന് കിട്ടി? സ്വർണവെള്ളിയുടെ ഇസ്തിഅദാദ് സൃഷ്ടിപ്പ് കൊണ്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അതിന്റെ ആ സജ്ജത സൃഷ്ടിപ്പ് കൊണ്ടായെങ്കിലേ ആ സജ്ജത ആകുള്ളൂ. നിങ്ങൾ എന്തിനാ കണ്ടുപിടിച്ചത്? അത് ആ ഇല്ലത്തിൽ ദാഖിലായ ഒരു ജുസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് നിങ്ങളെ ഫഹ്മിൽ അപായം അല്ലെങ്കിൽ അബദ്ധം സംഭവിച്ചു എന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ ഇവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വേറൊരു ഇബാറത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താ? അസ്മാനുകളുടെ കൂട്ടത്തിൽ നിന്ന്, വസ്തുക്കളുടെ വിലകളുടെ കൂട്ടത്തിൽ നിന്ന് സ്വർണവെള്ളിക്കു മാത്രമേ സക്കാത്തുള്ളൂ എന്ന ഇബാറത്തുണ്ട്. അത് ഫിഖ്ഹിന്റെ കിതാബിൽ ഇബാറത്തുള്ളതാണ്. അപ്പൊ പിന്നെ അവർ ചോദിക്കുകയാണ്, പിന്നെ എങ്ങനെ കറൻസിക്ക് സക്കാത്ത് ഉണ്ടാകുക? എന്നാൽ ഈ മുഅദ്ദുല്ലിന്നമാഇനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റംലി തങ്ങളും അതുപോലെ തന്നെ ഇമാം ഖത്തീബ് ഷർബീനി തങ്ങളൊക്കെ പറഞ്ഞ വേറൊരു ഇബാറത്തുണ്ട്. അതിൽ പറഞ്ഞ എന്താണ്? ലിഅന്ന ഹാജാത്തിന്നാസി കസീറ, മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ വളരെ പെരുത്തതാണ്. വകുല്ലുഹാ തുഖ്ലാ ബിഹ, അവ മുഴുവൻ ബിഹിമ സ്വർണവെള്ളി കൊണ്ടാണ് നിറവേറ്റപ്പെടുന്നത്. ബിഖിലാഫി ഗൈരിഹിമാ മിനൽ അംവാൽ, മറ്റൊരു സമ്പത്ത് കൊണ്ട് ജനങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നില്ല എന്ന് ഫുഖഹാ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ സംസ്ഥാനക്കാരോട്, ആധുനിക കറൻസികളെ കൊണ്ട് നിറവേറ്റപ്പെടാൻ പറ്റാത്തൊരാവശ്യം നിങ്ങളൊന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ സ്വർണത്തിനെയും വെള്ളിയെയും തന്നെ വാങ്ങാനും കൊടുക്കാനും അതിന്റെ മൂല്യം നിശ്ചയിക്കാനും ഇന്ന് കറൻസിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ബിഖിലാഫി ഗൈരിഹിമാ മിനൽ അംവാൽ, മറ്റൊരു മുതലും ജനങ്ങളുടെ മുഴുവൻ ആവശ്യം നിർവഹിക്കുന്നില്ല എന്ന് ഫുഖഹാ പറഞ്ഞതിനെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കും? അതിനെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കും എന്ന് നിങ്ങളൊന്ന് വിശദീകരിക്കും. വകുല്ലുഹാ തുഖ്ലാ ബിഹിമാ ബിഖിലാഫി ഗൈരിഹിമാ മിനൽ അംവാൽ എന്ന് ഇമാം റംലി തങ്ങളും ഇമാം ഖത്തീബ് ഷർബീനി പറഞ്ഞല്ലോ. ആ ഇബാറത്തിനെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കും? അത് പറ. അതിങ്ങോട്ട് പറയുമ്പോ ബിഖിലാഫി, നിങ്ങൾ ഉദ്ധരിച്ച ഇബാറത്തുണ്ടല്ലോ, ബിഖിലാഫി മാ ഹുവ സമനും മിൻ ഗൈരിഹിമാ, സ്വർണ്ണ വെള്ളി അല്ലാത്ത വിലകൾക്ക് വിപരീതമായിട്ട് എന്ന് പറഞ്ഞ ഇബാറത്തിന് മറുപടി കിട്ടും. ചോദ്യം ഒന്നുകൂടി തിരിഞ്ഞില്ലെങ്കിൽ ഒന്നും കൂടി കേട്ടോളൂ. മഹാനായ ഇമാം റംലി റളിയല്ലാഹു തആല അൻഹും ഖത്തീബ് ഷർബീനി റളിയല്ലാഹു തആല അൻഹും പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് വാക്ക്? ലിഅന്ന ഹാജാത്തിന്നാസി കസീറ, ജനങ്ങളുടെ ആവശ്യങ്ങൾ ധാരാളമാണ്. വകുല്ലുഹ, അവകളെല്ലാം തുഖ്ലാ ബിഹിമ, സ്വർണവെള്ളി കൊണ്ടാണ് നിറവേറ്റപ്പെടുക. ബിഖിലാഫി ഗൈരിഹിമാ മിനൽ അംവാലി, മറ്റു ഒരു ധനത്തെ കൊണ്ടും അത് സാധ്യമല്ല എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹാഇന്റെ ഇബാറത്ത്. ആ ഇബാറത്തിന് ഇന്നത്തെ കറൻസി എതിരാവുന്നുണ്ടോ ഇല്ലേ?
ഞാൻ പറഞ്ഞത് മൂല്യം നഷ്ടപ്പെടാത്ത കറൻസിയെ പറ്റിയാണ്. മൂല്യം തുരുമ്പിച്ച സ്വർണത്തിന് സക്കാത്തില്ല എന്ന് പറഞ്ഞതുപോലെ അത് വേറെ കാര്യം. എല്ലാ മുഴുവത്തിനും വാങ്ങാനും വിൽക്കാനും ഈ കറൻസി അല്ലേ മാധ്യമമാക്കിയത്, മൂല്യമാപ്പിനിയാക്കിയത്, അളവുകോലാക്കിയത്. എത്രത്തോളം അതിന്റെ ആയത്താണ് ഞാൻ പറയാൻ പോകുന്നത്. ഹത്താ ഇന്ന നഖദൈനി അദ്ദഹബ വൽ ഫിദ്ദത യുബാഅനി ബിൽ അമലാത്തി വൽ അൻവാത്തി. നോട്ടുകളെ കൊണ്ടാണ് അവ വാങ്ങുകയും വിൽക്കപ്പെടുകയും ചെയ്യുന്നത്. വയുഖവ്വമാനി ബിൽ അമലാത്തി, അത് രണ്ടിന്റെയും വില നിർണയിക്കപ്പെടുന്നതും കറൻസി കൊണ്ടായി. അപ്പൊ അതോ ആധുനിക കറൻസിയെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്, അല്ലാതെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കടരേഖയായിട്ട് ഉപയോഗപ്പെട്ടിരുന്ന പഴയകാല കറൻസിയെ പറ്റിയല്ല. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്രതിഷ്ഠാനം അല്ലെങ്കിൽ അതിന്റെ പ്രതീകസ്ഥാനം വഹിച്ചിരുന്ന പഴയകാല കറൻസിയെ സംബന്ധിച്ചല്ല. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്രതിനിധാനം നിർവഹിച്ചിരുന്ന പഴയകാല കറൻസിയെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഏറ്റവും നവീനമായ കറൻസിയെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ ചോദിച്ചു ഹറാമും കറാഹത്തുമായ ആഭരണങ്ങൾക്ക് എന്തുകൊണ്ട് സക്കാത്ത് ഉണ്ടായി, അതിലെന്തുകൊണ്ട് നഖദിയത്ത് നിലനിന്നു അല്ലെ? അതിന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ തന്നെ തുഹ്ഫയുടെ 3-ാം വാല്യം 238-ാമത്തെ പേജിൽ പറയുന്ന മറുപടിയിൽ നിങ്ങൾക്ക് വിശദീകരണത്തിൽ മനസ്സിലാക്കാൻ കഴിയും. എന്താണെന്നറിയോ? എന്താണത്? മൃഗങ്ങളുടെ സക്കാത്ത് പറഞ്ഞുകൊടുത്ത്, മൃഗങ്ങൾ അത് ജോലി ചെയ്യുന്ന മൃഗങ്ങളാണെങ്കിൽ, അഥവാ പണിയെടുക്കുന്ന കൃഷി പോലത്തെ വെള്ളം തേവുക പോലത്തെ ആവശ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന മൃഗങ്ങളാണെങ്കിൽ, ഇവിടെ കറണ്ട് പോയതുകൊണ്ട് ഈ ഭാഗത്ത് കണ്ണ് കാണില്ല, അങ്ങനെ പ്രശ്നമുണ്ട് ഇവിടെ. അതുകൊണ്ട് ഞാനൊരു വളക്ക് കത്തിക്കട്ടെ. അപ്പൊ എന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയാം, വയുഫ്റഖു ബൈന അദമി വുജൂബി സക്കാത്തി ഫിൽ മുസ്തഅമലത്തി ഫീ മുഹറമിൻ, ഹറാമിൽ ഉപയോഗിക്കപ്പെട്ട ഹറാമായ കാര്യത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച മൃഗങ്ങളിൽ സക്കാത്ത് നിർബന്ധമില്ല എന്നും, അതേസമയത്ത് ഹറാമായ ആഭരണത്തിലുള്ള സ്വർണവെള്ളിയിൽ സക്കാത്ത് നിർബന്ധമാണെന്നും പറയാൻ കാരണം എന്താണ്? ബി അന്നഹാ മുതഅസ്സിലത്തുൻ ഫിൻ നഖദി. ഏത് സക്കാത്ത് എന്ന് പറയുന്നത് സ്വർണവെള്ളിയിൽ അടിസ്ഥാനപരമായതാണ്. അതുകൊണ്ട് തന്നെ വമിൻ സമ്മ ലം യഹ്തജ് ലി ഖസ്ദിൻ വലാ ഫിഅലിൻ, സ്വർണവെള്ളിക്ക് സക്കാത്ത് ഉണ്ടാവാൻ പ്രത്യേകിച്ചൊരു ഉദ്ദേശമോ ഒരു പ്രവൃത്തിയോ ആവശ്യമില്ല. ഫലം യുസ്കിത്ഹാ ഫീഹി, അതുകൊണ്ട് തന്നെ സ്വർണവെള്ളിയിൽ സക്കാത്തിനെ ഇല്ലാതെയാക്കൂല ഇല്ലാ ഖവിയു, നല്ല ബലമായ കാരണമല്ലാതെ. വൽ മുഹറമു, ഹറാമായ ഉപയോഗം ലാ ഖുവത ഫീഹീന, അതിനൊരു ഖുവത്തും ഇല്ലാന്ന്. അപ്പൊ ഹറാമായ ഉപയോഗം കൊണ്ട് സ്വർണവെള്ളിയുടെ നഖദിയത്ത് നഷ്ടപ്പെടുന്നില്ല. ബിഖിലാഫിഹാ ഫിൽ ഹയവാനി, അതേസമയത്ത് മൃഗങ്ങളിലുള്ള സക്കാത്തിന് വിപരീതമായിട്ട് മൃഗങ്ങളിൽ സക്കാത്ത് ഇല്ലാതിരിക്കലാണ് അടിസ്ഥാനം. ഇനി അത് മേഞ്ഞു നടക്കുന്നതാണ് എന്നൊരു അതിനെ മേയാൻ വിടണം. പുല്ലിട്ട് കൊടുക്കാതെ, പുല്ലിട്ട് വളർത്താതെ മേയാൻ വിട്ടുകൊണ്ട് ഇങ്ങനെ ഗൾഫ് നാടുകളിലൊക്കെ ഒട്ടകങ്ങളെ കാട്ടുന്ന മാതിരി ചെയ്തെങ്കിലേ അതിൽ സക്കാത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ പ്രവൃത്തിയിലേക്ക് ആവശ്യമാണ്, അത് കരുതുകയും വേണം. അപ്പൊ ഫതഅസ്സറത് ബി അദ്നാ മുഅസ്സിരിൻ, ആ മേയാൻ വിടുക എന്നുള്ളത് ഒരു ചെറിയ ഒരു ഘടകം അതിൽ സ്വാധീനിച്ചാൽ തന്നെ ആ ഇല്ലത്ത് അവിടെ ഇല്ലാതെയായി, എന്ന് വെച്ചാൽ അതിനെ നഷ്ടപ്പെടുത്തി. വമിൻഹു അൽ ഇസ്തിഅമാലുൽ മുഹറം, ഹറാമായ ഉപയോഗം അതിൽപ്പെട്ടതാണ്, നേരിയ സ്വാധീനത്തിൽപ്പെട്ടതാണ് ഹറാമായ കാര്യത്തിൽ മൃഗങ്ങളെ പണിയെടുപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അതിന് സക്കാത്തില്ല. അതേസമയത്ത് അനുവദനീയമായ ആഭരണം അങ്ങനെയല്ല, അതിൽ സക്കാത്ത് ഉണ്ടാവലാണ് അസ്ല്. ആ അസ്ലിൽ നിന്ന് അതിനെ തെറ്റിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ബലമായ കാരണം തന്നെ വേണം. ഹറാമോ കറാഹത്തോ ആയ കാരണം അതിൽപ്പെട്ടതല്ല.
ആ ഇബാറത്ത് നിങ്ങൾ നോക്കാത്തത് കൊണ്ടാണോ കാണാത്തത് കൊണ്ടാണോ, അത് കണ്ണുണ്ടായിട്ട് നോക്കാത്തത് കൊണ്ടാണോ, അത് കണ്ണുണ്ടായിട്ട് നോക്കിയിട്ട് കാണാത്തത് കൊണ്ടാണോ, അതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ചയുള്ള പ്രസംഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? തുളക്കപ്പെട്ട സ്വർണ്ണ നാണയങ്ങളെ കൊണ്ട് മാല കോർത്തുകാണ്ട് ആഭരണമാക്കിയാൽ സക്കാത്തില്ല എന്ന് നബിമാം പറഞ്ഞു മജ്മുഇൽ. എന്നാൽ അവിടെ അസ്നവി ഇമാം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്ത്? സക്കാത്ത് ഉണ്ട്, കാരണം അതിന്റെ നഖദിയത്ത് ബാത്തിയായതിനു വേണ്ടി. സക്കാത്ത് ഉണ്ട് ഇല്ല അങ്ങനെ രണ്ടഭിപ്രായം ഷാഫി മദ്ഹബിലുണ്ട്. അപ്പൊ ഉണ്ട് എന്ന് അസ്നവി ഇമാം പറഞ്ഞതിൽ പിഴവ് പറ്റിയിട്ടില്ല. പക്ഷെ ഈ ബഖാഇ നഖദിയത്തിഹ എന്ന് പറഞ്ഞ ആ ഇബാറത്ത് ഉണ്ടല്ലോ, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ബഖാഇ നഖദിയത്തിഹ, തുളക്കപ്പെട്ട സ്വർണ്ണ ആഭരണങ്ങളെ കൊണ്ട് മാലയാക്കപ്പെട്ടതിന്റെ നഖദിയത്ത് അവശേഷിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞിടത്ത് സർക്കശി ഇമാം പറഞ്ഞത് അബദ്ധമാണ് എന്നാരാ പറയുന്നത്? തുഹ്ഫയിൽ പറയുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞില്ലേ, അന്നഹാലം തഖ്റുജ് ബിസ്സഖബി അൻഹാ, തുളച്ചതുകൊണ്ട് മാത്രം അതിന്റെ നഖദിയത്ത് നഷ്ടപ്പെടുന്നില്ല എന്ന് മൂപ്പര് പറഞ്ഞത് അബദ്ധമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നഖദിയത്ത് നഷ്ടപ്പെടുന്നുണ്ട് എന്നല്ലേ? അപ്പൊ ആഭരണമാക്കിയാൽ നഖദിയത്ത് നഷ്ടപ്പെടുന്നുണ്ട്. അവിടെ നിഹായം അതുപോലെ തന്നെ മൗനിയും പറഞ്ഞത് എന്താണ്? പിടിവെക്കപ്പെട്ടതായ സ്വർണത്തിന്റെ നാണയം, വട്ടത്തിലുള്ള നാണയത്തിൽ മറ്റൊരു ലോഹം കൊണ്ട് പിടിവെച്ചു, എന്നിട്ട് അതിൽ കയറ് കോർത്തുകാണ്ട് ആഭരണമാക്കി, എന്നാൽ അതിന് സക്കാത്തില്ല എന്ന് പറയാൻ കാരണം എന്താ? അതിന് അവർ പറഞ്ഞ കാരണം അന്നഹാ സുരിഫത്ത് ബിദാലിക അൻ ജിഹത്തിൻ നഖദി ഇലാ ജിഹത്തിൻ ഉഖ്റ ബിഖിലാഫി ഗൈരിഹാ. നഖദ് എന്ന ജിഹത്തിൽ നിന്ന് മറ്റൊരു ജിഹത്തിലേക്ക് ആ സ്വർണ്ണ നാണയത്തെ തിരിക്കപ്പെട്ടു. ഇതാരാ പറഞ്ഞത്? ഇത് റംലിമാം അതുപോലെ തന്നെ മൗലിയുടെ ഷർബീനി ഇമാമാണ് പറഞ്ഞത്. എന്താ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ? അപ്പൊ മുബാഹായ ഹുലിയിൽ നഖദിയത്ത് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്, ബാത്തിലായതുകൊണ്ടാണ് അതിൽ സക്കാത്ത് വിനഷ്ടമായത്. ഇപ്പൊ ഇവര് പറയാണ് തുഹ്ഫയിൽ മിനൻ നഖദീന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഹറാമായ ആഭരണങ്ങളും നഖദിൽപ്പെട്ടതാണ്, അതുപോലെ തന്നെ മുബാഹായ ആഭരണങ്ങളും നഖദിൽപ്പെട്ടതാണ്. അതിനാരെ നിങ്ങളോട് പെട്ടത് എന്ന് അർത്ഥം വെക്കാൻ വേണ്ടി പറഞ്ഞത്? മിനൻ നഖദി എന്ന് കാണുന്നോടത്തൊക്കെ നിങ്ങൾ പെട്ടത് എന്ന് അർത്ഥം വെക്കണ്ടല്ലോ. മിൻ അവിടെ ഇബ്തിദായിയാണ്, നഖദിൽ നിന്നുള്ളതാണ്. നഖദിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പൊ നഖദ് ആവണം എന്നും വരൂല, അല്ലാന്നും വരൂല. അത് സന്ദർഭം പോലെ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന ആ ശുബഹത്തുണ്ടല്ലോ, മിനൻ നഖദി വ യുസക്കൽ മുഹറമു മിനൻ നഖദി ലൽ മുബാഹു എന്ന് പറഞ്ഞ മിനൻ നഖദി, ആ മിനൻ നഖദിയുടെ മിന്ന് തബഈദല്ല, അത് ഇബ്തിദായിയായ മിന്നാണ് എന്ന് കൃത്യമായി നിങ്ങളെ മുമ്പിൽ വരച്ചു കാണിക്കലോടുകൂടി നിങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ കൊണ്ടുവന്ന ആ അതിമഹത്തായ ശുബഹത്ത് തകർന്നു തരിപ്പണമായി പോയി എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ വിമർശകരെ ഞാൻ ഉണർത്തുകയാണ്. പിന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട ചർച്ച, അതിലേക്ക് ഇവർ ചില സൂചനകൾ കൊടുത്തിട്ടുണ്ട്. കറൻസിയുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട ചർച്ച, ഞാൻ എന്റെ വിഷയം ഹുലിയു മുബാഹി നഖദാണോ എന്നുള്ള വിഷയമായതുകൊണ്ട് അതിലൊതുക്കി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. വാഖിദ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.